ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് X371 എന്ന് പറയുന്ന മോഡലിൻ്റെ കീപാഡ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. കീപാഡ് കംപ്ലൈൻറ്റ് എന്തൊക്കെ പ്രോബ്ലം കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കണക്ഷനും പറയുന്നുണ്ട്, ഇതിന് ഉള്ള കീയുടെ മൊത്തം കണക്ഷനും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഈ 3 കീയ്, ഈ കുരിശ്, ഈ 3 കീയ് ഇത്രയും കണക്ഷൻ പറയാം. പിന്നെ 1 2 3 4 5 6 7 8 9 സ്റ്റാർ 0 ഹാഷ്. ഇത് പിന്നെ പറയാം. ആദ്യം ഇത്രയും പറയാം, ഇത്രയും പോർഷൻ. അതിങ്ങനെയല്ലേ ഞാൻ ഇങ്ങനെ ഈ കുരിശ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. സൈഡിലുള്ള 3 കീയ്, ഇവിടെയുള്ള സൈഡിലുള്ള 3 കീയ് അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം കുരിശേന്ന് തുടങ്ങാം. കുരിശയിൽ ഈ നടുക്കത്തെ പോയിൻറ്റും ഈ നടുക്കത്തെ പോയിൻറ്റും ഈ നടുക്കത്തെ പോയിൻറ്റും ഈ നടുക്കത്തെ പോയിൻറ്റും കോമൺ ആണ്. പിന്നെ ഇവിടെ എന്ന ഇതിൻ്റെ പുറത്തെ പോയിൻറ്റും ഇതിൻ്റെ പുറത്തെ പോയിൻറ്റും കോമൺ ആണ്. പിന്നെ ഇതിൻ്റെ അകത്തെ പോയിൻറ്റ്, ഇതിൻ്റെ അകത്തെ പോയിൻറ്റ്, ഇതിൻ്റെ അകത്തെ പോയിൻറ്റ് കോമൺ ആണ്. ഇതിൻ്റെ പുറത്തെ പോയിൻറ്റ് കയറുന്നത് നമ്മുടെ നമ്പർ 4 ഇല്ലേ, 4ൻ്റെ പുറത്തെ കണക്ഷനിലേക്കാണ്. 1 2 3 4 ഇല്ലേ, 4ൻ്റെ പുറത്തെ കണക്ഷനിലേക്കാണ് ഈ കണക്ഷൻ കയറുന്നത്, പുറത്തെ കണക്ഷൻ. പിന്നെ ഇതിൻ്റെ പുറത്തെ കണക്ഷൻ ആയില്ലേ, അതിൻ്റെ പുറത്തെ കണക്ഷൻ ഇങ്ങോട്ടാണ്. ഇതിൻ്റെ പുറത്തെ കണക്ഷൻ ഈ ആരോ കീയുടെ പുറത്തെ കണക്ഷനിലേക്കാണ് കയറുന്നത്. പിന്നെ അത് 3 ഇതും പുറത്തെ കണക്ഷൻ ഒരു കണക്ഷനാണ്. പിന്നെ ഇനി പറയാനുള്ളത് ഇതിൻ്റെ പുറത്തെ കണക്ഷൻ നമ്പർ 3 ഇല്ലേ, 3യുടെ പുറത്തെ കണക്ഷനിലേക്കാണ് കയറുന്നത്. ഇതിൻ്റെ അകത്തെ കണക്ഷൻ കയറുന്നത് ഈ അകത്തെ കണക്ഷനില്ലേ, ആ കണക്ഷനിലേക്കാണ്. പിന്നെ ഇതിൻ്റെ ഇത് കയറുന്നത്, പുറത്തെ കണക്ഷൻ കയറുന്നത് 5ാമത്തെ കീ ഇല്ലേ, 5 കീ, അതിൻ്റെ പുറത്തെ കണക്ഷനിലേക്കാണ്. പിന്നെ വന്നിട്ട് ഇതാണ്, ഇത് 2ൻ്റെ സെൻറ്റർ കണക്ഷനിലേക്കാണ്, 2ൻ്റെ നടുക്കത്തെ കണക്ഷനിലേക്കാണ്. നമ്പർ 2 ഇല്ലേ, അതിൻ്റെ നടുക്കത്തെ കണക്ഷനിലേക്കാണ്. പിന്നെ ഇതിൻ്റെ പുറം 2ഉം ഒരു കണക്ഷനാണ്. ഇതിൻ്റെ പുറം 2ഉം ആ കണക്ഷൻ സെറ്റാണ്. ഇതിൻ്റെ പുറം 2ഉം അല്ല, ഇതിൻ്റെ ആയിട്ടാണ് കണക്ഷൻ, പുറത്തെ കണക്ഷൻ. പിന്നെ ഈ കണക്ഷനാണ്, ഇത് നമ്മുടെ സെൻട്രലിലേത് ഇല്ലേ, സെൻട്രൽ കീയുടെ പുറത്തെ കണക്ഷനും ഈ കണക്ഷനുമായിട്ടാണ്. സെൻട്രൽ കീയുടെ പുറത്തെ കണക്ഷന് ഈ കണക്ഷൻ തെറ്റാട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു അകത്തെ കണക്ഷൻ മാത്രമാണ് പറയാനുള്ളത്. അത് 3ൻ്റെ നമ്പർ കീ ഇല്ലയോ, 3ൻ്റെ
അകത്തെ കണക്ഷനിലേക്കാണ് ഇത് കയറുന്നത്. ഈ അകത്തെ കണക്ഷൻ കയറുന്നത് നമ്പർ കീയുടെ 3ൻ്റെ അകത്തെ കണക്ഷനിലേക്കാണ് കയറുന്നത്. ഇനി നമുക്ക് 1, 2, 3 നമ്പേഴ്സ് കീ നോക്കാം. അത് സിമ്പിളാണ്. ഇത് കണ്ടില്ലേ, 1, 2, 3, 4, 5, 6, 7, 8, 9 0 സ്റ്റാർ #. അതിലകത്തെ കണക്ഷൻ ഇങ്ങോട്ട് എല്ലാം ഒരു ലൈനാണ്. എല്ലാത്തിൻ്റെ ഒരു ലൈനാണ്. അകത്തെ കണക്ഷനെല്ലാം ഒരു ലൈനാണ്. ഇതും ഇങ്ങോട്ട് ഒരു ലൈനാണ്. പിന്നെ പുറത്തെ കണക്ഷനെല്ലാം ഇങ്ങനെയാണ്. അതാണ് നമ്പേഴ്സിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുത്തൻ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.